السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن مسعود رضي الله عنه قال قال رسول الله صلى الله عليه وسلم سباب المسلم فسوق وقتاله كفر متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 48-ാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 64-ാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. പലപ്പോഴും നമ്മൾ നാട്ടിലൊക്കെ പറയാറുണ്ട്, എന്തിനാണോ മറ്റവൻ്റെ കാര്യത്തിൽ പോയി ഇടപെടുന്നത്? അപ്പോൾ പോളിസി എന്താ? സ്വന്തം കാര്യം ചിന്ത, അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ. ഇങ്ങനെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അവരൻ്റെ കാര്യം അവഗണിക്കപ്പെടും. ഇസ്ലാമാണെങ്കിൽ മറ്റുള്ളവരെ ആദരിക്കാനും ബഹുമാനിക്കാനും പരിഗണിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന മതമാണ്. അവഗണിക്കുന്നതും അവമതിക്കുന്നതും അനാദരിക്കുന്നതും വളരെ ശക്തമായ ഭാഷയിൽ വിലക്കുകയും ചെയ്തു. അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിലുള്ളത്. സിബാബുൽ മുസ്ലിമി, മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖൻ, തോന്നിയവാസത്തിൽപ്പെട്ടതാണ്. വഖിതാലുഹു, അവനെ കൊല്ലുക എന്നുള്ളത് കുഫ്റുൻ, കുഫ്റിൽപ്പെട്ടതാണെന്നാണ്. കുഫ്ർ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. ഏറ്റവും വലുത് അള്ളാഹുവിലുള്ള വിശ്വാസം, അല്ലല്ല എന്ന് പറയലല്ല. അതൊരു തരം ജാഹിലിയ്യത്ത്, ജഹീലത്താണ്, അജ്ഞതയാണ്. അതിൽ മുക്തമായി കഴിഞ്ഞാൽ അയാളോളം നല്ല പ്യൂരിഫർ ആയ മുവഹിദ് വേറെ ഉണ്ടാവൂല. എന്നാൽ പിന്നീട് എന്താ, അതൊക്കെ അറിയാം, പക്ഷെ എന്നിരുന്നാൽ പോലും അത് അള്ളാഹ് എന്നോട് ഇങ്ങോട്ട് മാറ്റിവെച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കുമൊക്കെ ഒരു തീരെയും വില കൽപ്പിക്കാതെ ഒരു ഓറലായ കേവലമായ അള്ളാഹുവിനുള്ള വിശ്വാസം മുതൽ ഒരു നേരത്തെ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ വരെ കുഫറാണ്. സഹാബത്ത് പഠിപ്പിക്കുക, ഞങ്ങളിൽപ്പെട്ട ഒരാൾക്ക് കുഫറുണ്ട് എന്നുള്ളതിന് ഞങ്ങൾ വേറൊരു മാനദണ്ഡവും വെക്കാറില്ല. എങ്ങനെയല്ലാതെ ഒരു നേരത്തെ നിസ്കാരത്തിന് കണ്ടിട്ടില്ലെങ്കിൽ അയാളിൽ കുഫറുണ്ട് എന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ചെറുതും വലുതുമായ പല രൂപങ്ങളിലുള്ള കുഫറുണ്ട്. അതുപോലെ തന്നെ കൊലപാതകം, അത് കാഫിറിന്റെ സ്വഭാവ ലക്ഷണമാണ്. ആയുധം ഉയർത്തുക എന്നുള്ളത് മുസ്ലിം ജാഗ്രതയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ജന്നത്തു തഹ്ത സുയൂഫിൽ. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വാളുകളുടെ നിഴലിന്റെ അടിയിലാണ്. എപ്പത് പൊങ്ങിയോ അത് പോയി. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാകും ചില ആൾക്കാർ പേടിപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ആയുധം വെറുതെ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഒരാൾ ഒരു വിശ്വാസിയുടെ നേരെ, ഒരു മനുഷ്യന്റെ നേരെ ഓങ്ങിയാൽ, ഉയർത്തിയാൽ അത് താഴെ വെക്കുന്നത് വരെ അയാളിൽ വിശ്വാസമല്ലാതാണ്, മുഅ്മിനല്ല. അതുപോലെ തന്നെയുള്ള ഫിസ്ഖ്, ഫാസിഖ് എന്ന് പറയുന്ന അവസ്ഥ കുഫറിന്റെ തൊട്ട് താഴത്താണ് വരിക. അങ്ങനെയാണ് ഹദീസ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് രണ്ടും സൂക്ഷിക്കണം. ഒരു വേള ഒരാളെ കൊല്ലുന്നത് കുഫറാണെന്ന് പറഞ്ഞല്ലേ, എന്നാൽ ചീത്ത വിളിക്കുന്നത് ഫാസിക്കാന്ന് പറഞ്ഞു. ഒരു വേള കൊല്ലുന്നതിനേക്കാൾ അപകടമാണ് ചീത്ത വിളിക്കുക എന്നുള്ളത്. അഭിമാനത്തിന് സംരക്ഷണം അല്ല, അഭിമാനത്തിന് ക്ഷതം ഏറ്റു കഴിഞ്ഞാൽ പിന്നെ ആളെ ജീവൻ ബാക്കിയാക്കൂല. ഈ അടുത്ത കാലത്ത് സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരാളെ വാക്കുണ്ടല്ലോ, അത് കത്തിയേക്കാൾ മൂർച്ച ഉണ്ടാവും. അഭിമാന ക്ഷതം ഉണ്ടല്ലോ, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അടുത്ത ക്ഷണം ഒരു പക്ഷെ ആത്മഹത്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നുള്ളത് കൊല്ലുന്നതിനേക്കാൾ കഠിനമായ വലിയ തെറ്റായി മാറുന്നു. ഇനി സംരക്ഷിക്കുക എന്നുള്ളതോ അത് വലിയ കാര്യമാണ്. കാരണം അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അല്ലെങ്കിൽ ജീവിതത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ധർമ്മം പാലിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. ശരീരത്തിൽ വേദനയുണ്ടാക്കുന്നതിനേക്കാൾ വലുതാണ് മനസ്സിന്റെ നോവ്, നൊമ്പരമെന്ന് പഠിച്ചു മനസ്സിലാക്കിയ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അത് വലിയ അധർമ്മമാണ്. അതുകൊണ്ട് അത് രണ്ടും സൂക്ഷിക്കേണ്ടതാണ്. സിബാബുൽ മുസ്ലിമി ഫുസൂഖൻ വഖിതാലുഹു കുഫ്റുൻ, വിശ്വാസിയെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖിന്റെ ലക്ഷണമാണ്. കൊലപാതകം എന്നുള്ളത് കുഫറിന്റെയും അടയാളമാണ്. അത് രണ്ടും സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട
വിശ്വാസിനികളായ നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവരും പ്രായാധിക്യമുള്ളവരുമായ ആളുകളുണ്ട്. ഷാഫിയായ റബ്ബ് അവർക്കൊക്കെയും ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എല്ലാ സമയങ്ങളിലും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്ഖിന്റെ മഈശത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.